Hi dears, welcome back to Mayflower. Today we are discussing the Nobel acceptance speech of Seamus Heaney. The name of the chapter is Crediting Poetry and it is included in the text Kaleidoscope. It is the text for fourth sem UG students of Calicut University. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെം വിദ്യാർത്ഥികൾക്കുള്ള ടെക്സ്റ്റാണ് കാലഡോസ്കോപ്പ്. ഈ ടെക്സ്റ്റിലെ സീമസ് ഹീനിയുടെ നോബൽ ആക്സെപ്റ്റൻസ് സ്പീച്ച് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. Crediting Poetry is the lecture made by Seamus Heaney while receiving Nobel Prize for Literature in December 1995 at Stockholm. 1995 തനിക്ക് നോബൽ പ്രൈസ് കിട്ടുന്നു. ആ നോബൽ പ്രൈസ് വാങ്ങുന്ന സമയത്ത് സ്റ്റോക്ക്ഹോമിൽ വെച്ച് അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണമാണ്, ആ ഒരു ആക്സെപ്റ്റൻസ് സ്പീച്ച് ആണ് ഈ ഒരു ചാപ്റ്റർ. ആൻഡ് സീമസ് ഹീനി വാസ് എ ഫേമസ് ഐറിഷ് പോയറ്റ്, എസേയിസ്റ്റ്, പ്ലേറൈറ്റ് ആൻഡ് ട്രാൻസ്ലേറ്റർ. വളരെ പ്രശസ്തനായ എഴുത്തുകാരനാണ് സീമസ് ഹീനി. പോയറ്റ് ആണ്, അതേപോലെ തന്നെ ഐറിഷ് എഴുത്തുകാരനാണ്, ട്രാൻസ്ലേറ്റർ ആണ്. ആൻഡ് ഹിസ് ഫേമസ് വർക്ക്സ് ആർ ഫീൽഡ് വർക്ക്, വിൻറ്ററിംഗ് ഔട്ട്, സ്റ്റേഷൻ ഐലൻഡ്, ഹ്യൂമൻ ചെയിൻ, ഡെത്ത് ഓഫ് എ നാച്ചുറലിസ്റ്റ്, നോർത്ത് എക്സെട്ര. അദ്ദേഹത്തിന്റെ പ്രശസ്തങ്ങളായ കൃതികളാണ് സ്റ്റേഷൻ ഐലൻഡ്, അതേപോലെ തന്നെ ഹ്യൂമൻ ചെയിൻ, ഡെത്ത് ഓഫ് എ നാച്ചുറലിസ്റ്റ്, നോർത്ത്, വിൻറ്ററിംഗ് ഔട്ട്, ഫീൽഡ് വർക്ക് തുടങ്ങിയവ. ആൻഡ് ഇറ്റ് ഓപ്പൺസ് വിത്ത് എ മെമ്മറബിൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ക്രിയേറ്റിവിറ്റി ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ഇൻ ഹിസ് ചൈൽഡ്ഹുഡ്. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ ആ ഒരു എക്സിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ കുട്ടിക്കാലവും ആ ഒരു കാലഘട്ടത്തിലെ കഷ്ടപ്പാടുകളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഈ ഒരു സ്പീച്ച് ആരംഭിക്കുന്നത്. And he reveals the first exposure to outside voice of the world through a radio. പിന്നീട് ഔട്ട്സൈഡ് വേൾഡിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയത് റേഡിയോയിലൂടെ ആണ്. അതിനെക്കുറിച്ചും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. And the radio becomes a window to the wider world which exposes him the foreign stations and language. റേഡിയോയിലൂടെയാണ് മറ്റ് ഭാഷകളെ കുറിച്ചും അതേപോലെ തന്നെ മറ്റ് സ്റ്റേഷൻസിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് അറിയാനിടയായത്. ഹി ദെൻ റിവീൽസ് ദ പവർ ഓഫ് പോയട്രി, വ്യൂയിങ് ഹിസ് ജേർണി ത്രൂ ലൈഫ് ആൻഡ് ലാംഗ്വേജ് ആസ് എ സീരീസ് ഓഫ് സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് കൾമിനേറ്റിംഗ് ഇൻ ഹിസ് ഓണേർഡ് പൊസിഷൻ. പിന്നീട് അദ്ദേഹം ആ യാത്രയെ കുറിച്ച് പറയുന്നത്, അതായത് ഒരു കവി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ യാത്ര, ആ യാത്രകൾ ഒരുപാട് വെച്ചരി കയറ്റം പോലെ അവസാനം ആ ഒരു ഉയർച്ച ചെന്നെത്തിയത് ഈ ഒരു മഹത്തായ ആ ഒരു വേദിയിലാണ്. അതായത് ഒരു ചെറിയ കവി എന്ന നിലയിൽ തുടങ്ങി ആ വിജയം അദ്ദേഹത്തെ സ്റ്റോക്ക്ഹോമിലെ നോബൽ പ്രൈസ് നേടിയെടുക്കുന്ന ആ ഒരു വേദിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു. അത്രത്തോളം മഹത്തരമായ ഒരു യാത്രയായിരുന്നു ആ ഒരു പോയറ്റ് എന്ന നിലയിൽ, ഒരു എഴുത്തുകാരൻ എന്ന നിലയിലുള്ള യാത്ര. And the platform now he stands feel as a space station which helps him to walk luxuriously on air and it is a credit to poetry. അദ്ദേഹം പറയുന്നു, ഈ ഒരു വേദിയിൽ നിൽക്കുന്ന സമയത്ത് തനിക്ക് ആകാശത്തിൽ നിൽക്കുന്നത് പോലെയുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടാകുന്നത്. അതിന്റെ മുഴുവൻ ഫുൾ ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റുന്നത് കവിതയ്ക്കാണ്. കാരണം ആ കവിതയാണ് എന്നെ ഈ ഒരു വേദിയിലേക്ക് എത്തിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. And Heaney reflects his early concept of poetry that it has a concrete reliability and a direct representation of the world. ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പോയട്രിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിൽ അദ്ദേഹം പറയുന്നു, പോയട്രിയിൽ ഒരു യാഥാർത്ഥ്യം ഉണ്ടായിരിക്കണം, ഒരു റിയാലിറ്റി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി ദ ഡയറക്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ ഒരു പ്രതിഫലനമായിരിക്കണം കവിത എന്നാണ് പറയുന്നത്. And he admired John Keats for his tangible connection between language and sensation, Gerald Manley Hopkins for the intensity of his expression, Robert Frost for his down-to-earth accuracy, and Chaucer for similar reasons. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരെ കുറിച്ച് പറയുന്നു. ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത് ജോൺ കീറ്റ്സ് ആണ്. ജോൺ കീറ്റ്സിന്റെ ആ ഒരു intangible connection, that means inseparable connection between language and sensation. വളരെ പ്രശസ്തനായ റൊമാൻറ്റിക് എഴുത്തുകാരനാണ് ജോൺ കീറ്റ്സ്. ജോൺ കീറ്റ്സിന്റെ കവിതകളിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് സെൻഷ്വസ്നെസ് ആണ്. ദാറ്റ് മീൻസ് ദ ബ്യൂട്ടി ദാറ്റ് ക്യാൻ അട്രാക്ട് അവർ സെൻസസ്. പഞ്ചേന്ദ്രിയങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന സൗന്ദര്യ ബോധമുള്ള കവിതകളാണ്
ജോൺ കീറ്റ്സിന്റെ കവിതകൾ. ഫോർ എക്സാമ്പിൾ ഓഡ് ടു ഓട്ടം, ഓഡ് ടു ദ നൈറ്റിംഗേൾ, ഓഡ് ഓൺ എ ഗ്രേഷ്യൻ തുടങ്ങിയ കവിതകൾ. പിന്നീട് ജെറാൾഡ് മാൻലി ഹോപ്കിൻസ് ഫോർ ഹിസ് ഇന്റൻസിറ്റി ഓഫ് എക്സ്പ്രഷൻ. ജെറാൾഡ് മാൻലി ഹോപ്കിൻസിന്റെ കവിതകളിൽ ആ ഒരു പ്രകടന തീവ്രത നമുക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഹോക്രൂസിംഗ്, അതേപോലെ തന്നെ ടു ക്രൈസ് മൈ ലോഡ് എന്ന ആ കവിത, അങ്ങനെയുള്ള കവിതകളിലൊക്കെ നമുക്ക് ആ ഒരു ഇന്റൻസിറ്റി കാണാൻ സാധിക്കും, ആ ഒരു ആഴം കാണാൻ സാധിക്കും. അതേപോലെ തന്നെ റോബർട്ട് ഫ്രോസ്റ്റ് ഫോർ ഹിസ് ഡൗൺ ടു എർത്ത് ആക്യുറസി. റോബർട്ട് ഫ്രോസ്റ്റിന്റെ കവിതകളിൽ ആ ഒരു കൃത്യത, ഡൗൺ ടു എർത്ത്, വളരെ തഴയക്കിടയിലുള്ള അല്ലെങ്കിൽ അധികം ഫ്ലവറി ലാംഗ്വേജ് ഒന്നുമല്ല, മറിച്ച് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന തരത്തിലുള്ള ആ ഒരു ആക്യുറസി, കൃത്യത കാണാൻ സാധിക്കും ഫ്രോസ്റ്റിന്റെ കവിതകളിൽ. ഫോർ എക്സാമ്പിൾ റോഡ് നോട്ട് ടേക്കൺ, അതേപോലെ തന്നെ സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോ ഈവനിങ്, അങ്ങനെയുള്ള കവിതകൾ, സ്വിംഗ്, അങ്ങനെയുള്ള കവിതകളിലൊക്കെ നമുക്ക് ആ ഒരു ആക്യുറസി കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ആൻഡ് ചോസർ ഫോർ സിമിലർ റീസൺസ്. ചോസർ, ജെഫ്രി ചോസർ, ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി എന്നറിയപ്പെടുന്ന ജെഫ്രി ചോസറിന്റെ കവിതകൾ, കാൻറ്റർബറി ടെയിൽസ്, അങ്ങനെയുള്ള കവിതകളൊക്കെ എഴുതിയ ചോസറിനെയും അദ്ദേഹം ആരാധിക്കുന്നു. And later he found moral down to earthness in the war poetry of Wilfred Owen, and he admired Elizabeth Bishop's pure consequences. പിന്നീട് അദ്ദേഹം തനിക്ക് പ്രിയപ്പെട്ട എഴുത്തുകാർ അതിൽ ഉൾപ്പെടുത്തിയത് വിൽഫ്രഡ് ഓവൻ എന്ന വാർ പോയിറ്റിനെയാണ്. സിമസീനി വാർ പോയിറ്റ് ആണ്. അതേപോലെ തന്നെ വിൽഫ്രഡ് ഓവൻ എന്ന വാർ പോയിറ്റ്, അതേപോലെ എലിസബത്ത് ബിഷപ്പ്. റോബർട്ട് ലോവൽസ് ഓബ്ഡിറസി ആൻഡ് പാട്രിക് കാവൻസ് ബെയർ ഫേസ്ഡ് കൺഫ്രണ്ടേഷൻ. റോബർട്ട് ലോവൽ, അതേപോലെ തന്നെ പാട്രിക് കാവൻസ് തുടങ്ങിയ എഴുത്തുകാരെയും അദ്ദേഹം തന്റെ ആ ഒരു ഫേവറേറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. ഹീലി റിഫ്ലക്റ്റഡ് റിയലിസം ആസ് എ റിയലിസം ആൻഡ് വിജിലൻസ് ഓഫ് നോർത്തേൺ അയർലൻഡ് ഇൻഫ്ലുവൻസ്ഡ് ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് പോയട്രി. ഐറിഷ് എഴുത്തുകാരനാണ് സീമസ് ഹീനി എന്ന് പറഞ്ഞു. ആ അയർലൻഡിന്റെ ആ ഒരു വിജിലൻസും യാഥാർത്ഥ്യ ബോധവും അദ്ദേഹത്തിന്റെ കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കും. It makes him half-void and half-racist poets like Wallace Stevens and Rainer Mark Reek and T.S. Eliot and Emily Dickinson. അദ്ദേഹത്തെ ആ ഒരു കാറ്റഗറിയിലും ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് വാലേസ് സ്റ്റീവൻസ്, റെയ്നർ മാരി റീക്ക്, T.S. Eliot, എമിലി ഡിക്കിൻസൺ തുടങ്ങിയവരുടെ ആ കവിതകളിൽ നമുക്ക് യാഥാർത്ഥ്യ ബോധവും അതേപോലെ തന്നെ ആ വിജിലൻസും കാണാൻ സാധിക്കും. ആൻഡ് ഹി റിവീൽസ് ദാറ്റ് റിയലിസം ക്യാൻ ബി ബെസ്റ്റ് സീൻ ഇൻ ഹോമേഴ്സ് എപ്പിക് ഒഡീസി. പിന്നീട് സിമസീനി പറയുന്നത് റിയലിസം, അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞു പോയട്രിയിൽ റിയലിസം ഉണ്ടാകണം എന്ന് വാദിച്ച, റിയലിസം ആൻഡ് ട്രൂത്ത്, സത്യവും അതേപോലെ തന്നെ യാഥാർത്ഥ്യവും ഉണ്ടാകണം എന്ന് വാദിച്ച വ്യക്തിയാണ് സിമസീനി. ആ ഒരു സത്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യം, റിയലിസം നമുക്ക് യഥാർത്ഥത്തിൽ കാണാൻ സാധിക്കുന്നത് ഏറ്റവും നല്ല എക്സാമ്പിൾ ഹോമറിന്റെ ഒഡീസിയാണ്. ആൻഡ് ഡെമോഡോക്കസ് നരേറ്റ്സ് ദ ട്രാജിക് ഫോൾ ഓഫ് ട്രോയ് ആൻഡ് ദ മർഡറേഴ്സ് ഇൻ ദ വാർ ആൻഡ് ഇറ്റ് കോസസ് ഒഡീസിയൂസ് ഇൻ ടീയേഴ്സ്. ഈ ഒഡീസി എന്ന എപ്പിക്കില് ഹോമറിന്റെ പ്രശസ്തങ്ങളായ രണ്ട് എപ്പിക്കാണ് ഇലിയഡ് ആൻഡ് ഒഡീസി. അതിൽ ഒഡീസി എന്നത് ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് ഒഡീസിയൂസ്. ഒഡീസിയൂസിന്റെ അല്ലെങ്കിൽ യുളീസസ് എന്നറിയപ്പെടുന്ന ഒഡീസിയൂസിന്റെ കഥയാണ് ഈ ഒഡീസി എന്ന ഇതിഹാസത്തിൽ എപ്പിക്കിലുള്ളത്. ഇതില് ഡെമോഡോക്കസ് എന്ന കവിയാണ് അദ്ദേഹം ഈ ഒഡീസിയൂസിനോട് കഥകൾ പറയുന്നത്, അതായത് ട്രോജൻ യുദ്ധത്തെക്കുറിച്ചും അതിൽ കൊല്ലപ്പെട്ട ആളുകളെ കുറിച്ചും അവരുടെ ആ ഒരു ഭീകര അന്തരീക്ഷത്തെ കുറിച്ചൊക്കെ ഒഡീസിയൂസിനോട് പറയുന്ന സമയത്ത് ഹി ഫെൽ ഇൻ ടീയേഴ്സ്. ഒഡീസിയൂസ് പെട്ടെന്ന് കണ്ണീരണിഞ്ഞു പോകുന്നു. കാരണം അത്രത്തോളം ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ആ ഒരു ബാറ്റിൽ ഫീൽഡ് വിവരണം. ആൻഡ് ഹോമർ compares it to the sorrowful tears of a grieving wife on her fallen husband in the battlefield. ഈ ഒരു വിവരണത്തെ ഹോമർ ഒരു ഹീറോയിക് സിമിലി ഉപയോഗിച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതായത് ഈ ഒരു ദുഃഖം, ഈ ട്രോജൻ യുദ്ധത്തില് ഒരുപാട് പേര് കൊല്ലപ്പെട്ടു, ആ ഒരു ബാറ്റിൽ ഫീൽഡിലെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് the grief of a wife whose husband is fallen in the battlefield. യുദ്ധക്കളത്തില് ഭർത്താവ് മരിച്ചു വീഴാൻ അല്ലെങ്കിൽ ആ ഒരു മരണത്തോട് മല്ലിട്ട് ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന ആ അവസ്ഥയിൽ കാണുന്ന ഒരു ഭാര്യയുടെ ദുഃഖത്തോടാണ് കമ്പയർ ചെയ്യുന്നത്.
അത് എത്രത്തോളം വേദനാജനകമായിരിക്കും എന്ന ആ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. ആൻഡ് ദിസ് എപ്പിക് സീൻ വിവിഡ്ലി കൺവേസ് ദി ഇമോഷണൽ ഇന്റൻസിറ്റി ഓഫ് ഒഡീസിയസ്. ആ ഒരു ഭാര്യയുടെ ദുഃഖം, ഭർത്താവ് മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന സമയത്ത് ഭാര്യയ്ക്കുള്ള ആ ഒരു ദുഃഖത്തെ എത്രത്തോളം ആവാഹിക്കാൻ പറ്റുമോ ആ ഒരു ദുഃഖമാണ് ഒഡീസിയസിന് കാണാൻ സാധിക്കുന്നത്. ആ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ എപ്പിക് സിമിലിയിലൂടെയാണ് ഹോമർ അത് വെളിപ്പെടുത്തുന്നത്. ആൻഡ് this while grieving wife is consoling her husband and cradle him, she is pierced with spears which indicate that she is taken as a captive and subjected to slavery and grief. ഇങ്ങനെ തന്റെ ഭർത്താവിനെ ഗുരുതരമായി പരിക്കേറ്റ് യുദ്ധക്കളത്തിൽ കിടക്കുന്ന തന്റെ ഭർത്താവിനെ അവൾ ആശ്വസിപ്പിക്കുന്നു. അതേപോലെ തന്നെ അയാളെ മടിയിൽ കിടത്തി തലോടുന്ന സമയത്ത് ഷീ വാസ് ടേക്കൺ ബൈ സ്പിയേഴ്സ്, അവളുടെ 4 ഭാഗവും കുന്തം കൊണ്ട് അവളെ കുത്തുന്നു. അതായത് ഷീ ഈസ് കവേർഡ് വിത്ത് സ്പിയേഴ്സ്, കുന്തം കൊണ്ട് അവളെ കുത്തുന്നു. ആൻഡ് ഇറ്റ് ഷോസ് ദാറ്റ് ഷീ ഈസ് ടേക്കൺ ആസ് എ ക്യാപ്റ്റീവ് ആൻഡ് ഗ്രീഫ്. അത് കാണിക്കുന്നത്, അതായത് കുന്തത്താൽ അവൾ ചുറ്റപ്പെട്ടു, അല്ലെങ്കിൽ അവളെ കുന്തം കൊണ്ട് കുത്തുവാൻ 4 ഭാഗത്തും ആളുകൾ എന്ന് പറയുന്ന സമയത്ത് അവളെ അവിടുന്ന് ഒരു ക്യാപ്റ്റീവായിട്ട്, ഒരു തടവുകാരിയായിട്ട് പിടിക്കുന്നു. ആ ഒരു ദുഃഖവും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഹെർ ചീക്സ് വെയർ വോൺ എവേ ബൈ കോൺസ്റ്റന്റ് വീപ്പിംഗ്. അങ്ങനെ തുടരെയുള്ള കണ്ണീര് കൊണ്ട് അവളുടെ കവിളുകൾ അലിഞ്ഞില്ലാതെയായി, അല്ലെങ്കിൽ അത് നേർത്തുപോയി എന്നാണ് ഇവിടെ എപ്പിക് സിമിലി ഉപയോഗിച്ച് ഹോമർ വെളിപ്പെടുത്തുന്നത്. Heaney reveals that this image had a lasting influence even after 3000 years and can reveal enduring brutality of war. ഈ ഒരു ഇമേജിന് 3000 വർഷങ്ങൾ പഴക്കമുണ്ട് എങ്കിൽ തന്നെ അതിനിപ്പോഴും വായനക്കാരെ ആകർഷിക്കാനുള്ള കഴിവുണ്ട്. അതോടൊപ്പം തന്നെ യുദ്ധത്തിന്റെ ഭീകരത വെളിവാക്കാൻ ഈ ഒരു ഇമേജിന് സാധിക്കുന്നുണ്ട്. The image of spears on her shoulders also revealed the intolerable human conflict even today. ഈ സ്ത്രീയുടെ ചുറ്റും കുന്തങ്ങൾ, അല്ലെങ്കിൽ ആ കുന്തം കൊണ്ട് കുത്തുന്ന ആ ഒരു കാഴ്ച, അത് കാണിക്കുന്നത് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും മനുഷ്യർ തമ്മിലുള്ള യുദ്ധം, അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, ആ ഒരു കോൺഫ്ലിക്റ്റ് ആണ് വെളിപ്പെടുത്തുന്നത്. ആൻഡ് ഹീനി വ്യൂസ് ദാറ്റ് ലിറിക് പോയട്രി ക്യാൻ ക്രിയേറ്റ് എ ടെമ്പിൾ ഇൻസൈഡ് അവർ ഹിയറിംഗ്. പിന്നീട് അദ്ദേഹം പറയുന്നു, ലിറിക് പോയട്രിക്ക് നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പരിശുദ്ധി, അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിന്റെ ആ ഒരു വിശുദ്ധി ഉണ്ടാക്കാൻ സാധിക്കും. The form of adequacy stems from the steadfastness of speech articulation. ഈ ഒരു ലിറിക് പോയട്രി എന്നത് കാവ്യാത്മകമായ ഒരു കവിതയാണ്. അതിന് മ്യൂസിക്കാലിറ്റി ക്യാൻ അട്രാക്ട് ദ റീഡേഴ്സ്. He underscores linguistic elements like cadence, tone, rhyme and stanza in generating energy in the poem. അദ്ദേഹം ലിറിക് പോയട്രിയിൽ മ്യൂസിക്കാലിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് ടോണ്, റിതം, സ്റ്റാൻസ, സ്ട്രക്ചർ അതൊക്കെ ഉണ്ടെങ്കിൽ അതിനേക്കാൾ ഉപരി മ്യൂസിക്കാലിറ്റി ആണ് ഉണ്ടാവേണ്ടത്. ആൻഡ് ട്രൂത്ത്ഫുൾനെസ് ഇസ് ദി മസ്റ്റ് ഇൻ ലിറിക് പോയട്രി ആൻഡ് ഇറ്റ് ഈസ് സീൻ ഇൻ ദ വർക്ക്സ് ഓഫ് എമിലി ഡിക്കിൻസൺ, പോൾ സീലൻ ആൻഡ് ജോൺ കീറ്റ്സ്. പിന്നീട് ട്രൂത്ത്ഫുൾനെസ്, സത്യസന്ധത, റിയലിസവും ട്രൂത്ത്ഫുൾനെസ്സും ഉണ്ടാകണമെന്ന് പറഞ്ഞു. ഇനി ട്രൂത്ത്ഫുൾനെസ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് എമിലി ഡിക്കിൻസന്റെ കവിതകളിൽ. അതായത് എമിലി ഡിക്കിൻസൺ അമേരിക്കൻ റൈറ്ററാണ്. സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ബൈ ദോസ് ഹു നെവർ സക്സീഡ് എന്ന് പറയുന്ന ആ ഒരു കവിത. അതേപോലെ തന്നെ ഡെത്ത്, അങ്ങനെയുള്ള കവിതകളെ കുറിച്ച്, ഡെത്തിനെ കുറിച്ചൊക്കെ എഴുതിയ എമിലി ഡിക്കിൻസൺ, then Paul Celan and John Keats, അവരുടെയൊക്കെ കവിതകളിൽ we can see truthfulness. Then he highlights the power of repetition of refrain in each poem come build in the empty house of the estate. പിന്നീട് refrain means two repeating lines, ഈരടികൾ എന്ന് പറയും. ഈ ഈരടികളുടെ ആ ഒരു പ്രാധാന്യം, അതിൻ്റെ ആ ഒരു ലൈൻസ് റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ വായനക്കാരനെ ആകർഷിക്കുന്നത്, അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് W.B. Yeatsന്റെ കം ബിൽഡ് ഇൻ ദ എംപ്റ്റി ഹൗസ് ഓഫ് ദ എസ്റ്റേറ്റ് എന്ന കവിത. ആൻഡ് ഹി അപ്രീഷിയേറ്റ്സ് ദ ട്രിപ്പിൾ റൈം ഓഫ് ഫാന്റസീസ്, എംപ്റ്റീസ് ആൻഡ് honey heaps. He says that the poetic form is a ship as well as an anchor. ഒരു ഷിപ്പാണ്, അതേപോലെ തന്നെ ഒരു നങ്കൂരവുമാണ് കവിത എന്നാണ് ഹീനി പറയുന്നത്. ആൻഡ് ഹി കൺക്ലൂഡ്സ് ദാറ്റ് പോയട്രി ഈസ് എ റിമൈൻഡർ ദാറ്റ് വി ആർ
hunters and gatherers of values, and our solitudes and distresses are creditable as they indicate our true human life. അദ്ദേഹം ആ സ്പീച്ച് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അതായത് പോയട്രി എന്നത് നമ്മൾ വേട്ടക്കാരാണ്, അതോടൊപ്പം തന്നെ ഗ്യാദറേഴ്സ് ആണ്, കണ്ടുപിടിക്കുന്നവരാണ്, തേടിപ്പിടിക്കുന്നവരാണ് ഓഫ് വാല്യൂസ്. മൂല്യങ്ങൾ വേട്ടയാടി തേടിപ്പിടിക്കുന്നവരാണ് നമ്മൾ. അതേപോലെ തന്നെ അവർ സോളിറ്റ്യൂഡ് ആൻഡ് ഡിസ്ട്രസസ്, നമ്മളുടെ ഏകാന്തതകളും നമ്മളുടെ വിഷമങ്ങളും ഒക്കെ ക്രെഡിറ്റബിൾ ആണ്. ദേ ആർ ക്രെഡിറ്റബിൾ മീൻസ് ദേ ആർ ടു ബി ഗിവൺ, നമുക്ക് അത് കൊടുക്കാൻ പറ്റുന്നതാണ്. കാരണം അവർ നമ്മുടെ തന്നെ ആ ഒരു ഏകാന്തതയും അതേപോലെ തന്നെ നമ്മളുടെ വിഷമങ്ങളൊക്കെ നമ്മളുടെ തന്നെ ആത്മാവിന്റെ പ്രകടനങ്ങളായതുകൊണ്ട് നമ്മളുടെ കവിതകളിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ എഴുത്തുകളിലൂടെ ഈ സത്യസന്ധത നമുക്ക് പുലർത്താൻ കഴിയും. അങ്ങനെ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. ഇങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു സ്പീച്ച് അവസാനിപ്പിക്കുന്നത്. ഇതിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, എക്സ്പ്ലെയിൻ ദ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്, ക്രെഡിറ്റിംഗ് പോയട്രി എന്നതിന്റെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിക്കാം. പിന്നീട് ഹു ആർ ദ ഫേവറേറ്റ് പോയിറ്റ്സ് ഓഫ് സീമസ് ഹീനി, സീമസ് ഹീനിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാർ ആരൊക്കെയാണ്? വാട്ട് ആർ ദ റീസൺസ് ഫോർ ഹിസ് അപ്രീഷിയേറ്റിംഗ് ദിസ് റൈറ്റേഴ്സ്, അദ്ദേഹം ഇങ്ങനെ കുറെ എഴുത്തുകാരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ, അങ്ങനെ സ്വീകരിക്കാനുള്ള കാരണം എന്താണ്? കാരണം അതിൽ അവരുടെ കവിതകളിൽ we can see truthfulness and realism. These are the main points. Hope you enjoyed it. Thank you.